ഈ ഫോട്ടോയിൽ കാണുന്ന സുന്ദരിയായ സ്ത്രീ ഉണ്ടല്ലോ, പേര് ശ്രീദേവി, ജോലി അധ്യാപിക. അതും ഒരു പ്രധാന അധ്യാപികയാണ് കിൻഡർ ഗാർഡൻ സ്കൂളിലെ. എന്നാൽ ഈ കാണുന്ന കാഴ്ചയിലുള്ള സുഖമൊന്നും ഈ ടീച്ചറുടെ പ്രവൃത്തിയിലില്ല. തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ അച്ഛനെ വളരെ മോശമായിട്ട് ഇടങ്ങറാക്കിയിട്ട് ലക്ഷങ്ങൾ തട്ടിയ ഒരു പ്രധാന അധ്യാപിക എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഇവള് ചെയ്തതറിയോ? ഈ കിൻഡർ ഗാർഡൻ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ ചെറിയ കുട്ടികളാണല്ലോ, ആ കുട്ടികളുടെ അതിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനെ വളരെ നല്ലൊരു ബന്ധമാണ് സ്ഥാപിച്ചത്. അധ്യാപകനാണല്ലോ എന്ന് വിചാരിച്ചിട്ട് വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് ടീച്ചറുടെ ഫോൺ കോളുകളും ചാറ്റിങ്ങും എല്ലാം ആ പുരുഷൻ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ക്രമേണ ടീച്ചർ അങ്ങനെ നല്ല രീതിയിൽ ചാറ്റ് ചെയ്യാൻ തുടങ്ങി കുട്ടിയുടെ അച്ഛനോട്. അപ്പോഴും ആ പാവം അച്ഛൻ ഈ ടീച്ചർ ഇങ്ങനെയാണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ചാറ്റിങ് സ്ട്രോങ് ആയി, പൈസ ഇങ്ങനെ കടം ചോദിക്കാൻ തുടങ്ങി. ഈ പൈസ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തതിന് പൈസ കടം ചോദിക്കുന്ന സ്ത്രീകളെ എല്ലാവരും ഒന്ന് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. അതും കൂടി ഇതിൽ കൂടെ പറയണല്ലോ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ടീച്ചർ കുട്ടിയുടെ അച്ഛനിൽ നിന്ന് കുറെ പൈസ ഇങ്ങനെ കടം മേടിച്ചു. ഇയാളാണെങ്കിൽ സുന്ദരിയായ ഒരു ടീച്ചറാണല്ലോ, ആണുങ്ങളായി പോയില്ലേ, ചില ആണുങ്ങൾ അങ്ങനെയാണല്ലോ, കുറച്ചൊക്കെ ഒരു ഞരമ്പും കൂടി ഉണ്ടെങ്കിൽ പറയും വേണ്ട, പെട്ടെന്ന് വീണു പോകും. ചുരുക്കി പറഞ്ഞാൽ ടീച്ചർ ഒരുപാട് പൈസ വാങ്ങി. പിന്നൊരു ദിവസം ആ കുട്ടിയുടെ അച്ഛന് കുറച്ച് പൈസ അത്യാവശ്യമായിട്ട് വന്നു. ടീച്ചർക്ക് വിളിച്ചു, എനിക്ക് കുറച്ച് പൈസ വേണം എന്ന് പറഞ്ഞു. ടീച്ചർ പറഞ്ഞു, ഓക്കെ ഞാൻ വീട്ടിലുണ്ട്, ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞു. ടീച്ചറെ അന്വേഷിച്ച് വീട്ടിൽ ചെന്ന് ആ കുട്ടിയുടെ അച്ഛൻ കുറച്ച് പൈസ ചോദിച്ചപ്പോ ടീച്ചർ ഒരു സ്നേഹത്തിന്റെ ചുംബനമാണ് നൽകിയത്. പതറിപ്പോയി ഈ കുട്ടിയുടെ അച്ഛൻ. ചുരുക്കി പറഞ്ഞാൽ പൈസ മേടിക്കാൻ വേണ്ടി ചെന്ന ആ മനുഷ്യൻ ടീച്ചറുടെ ചുംബനത്തിൽ ഒന്ന് പകച്ചുപോയി. അവിടെ വെച്ച് ടീച്ചർ ഒരു 50,000 രൂപയും എനിക്ക് അത്യാവശ്യം വേണമെന്ന് പറഞ്ഞ് 50,000 രൂപ കൂടി ആ ടീച്ചർ കൈക്കലാക്കി. അവിടുന്ന് വലിയ ഒരു സമ്മാനം കിട്ടിയ രീതിയിലാണ് ആ കുട്ടിയുടെ അച്ഛൻ തിരിച്ചു പോന്നത്. തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഒരുപാട് പൈസ വാങ്ങി. പിന്നെ ഒരു 10-20 ലക്ഷം രൂപയുടെ ആവശ്യമാണ് ടീച്ചർ പറഞ്ഞത്. അത് തരാൻ പറ്റൂല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ടീച്ചറുടെ സ്വഭാവം മാറി. ടീച്ചർ ഭീഷണി തുടങ്ങി. അന്ന് ചുംബിച്ചതും പല രീതിയിലുള്ള ചാറ്റിങ്ങും എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പരസ്യപ്പെടുത്തും എന്ന രീതിയിലായി ടീച്ചറുടെ അടുത്ത വാക്കുകൾ. ടീച്ചർ കൂടെ 2 പേരെയും ചേർത്തു. സഹി കെട്ട കുട്ടിയുടെ അച്ഛൻ പോലീസിന് പരാതി കൊടുത്തു. അങ്ങനെയാണ് ഇപ്പോ നമ്മുടെ ഈ പ്രിയപ്പെട്ട ശ്രീദേവി എന്ന് പറയുന്ന 23 വയസ്സുള്ള സുന്ദരിയായ സ്ത്രീ പിടിയിലായിട്ടുള്ളത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ടീച്ചറാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, ടീച്ചറുടെ കോലത്തില്, നഴ്സിന്റെ കോലത്തില്, ഡോക്ടറുടെ കോലത്തില്, നിയമപാലകരുടെ കോലത്തില് പല രീതിയിലും പല പെണ്ണുങ്ങളും വരും, പല ആണുങ്ങളും വരും. ഇതൊക്കെ സ്നേഹമാണെന്ന് വിചാരിച്ച് ചാടി അങ്ങ് പോയിട്ടുണ്ടെങ്കിൽ ഒരു ചുംബനത്തിന് 50,000 അല്ല, ലക്ഷങ്ങളാണ് കൊടുക്കേണ്ടി വരിക. പലരും ഭയപ്പെട്ടുകൊണ്ട് പുറത്ത് പറയാൻ മടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ഇത്രയൊക്കെ നമ്മുടെ നാട്ടിൽ തട്ടിപ്പും മറ്റും ഒരുപാട് പരസ്യമായിട്ട് ഇപ്പോഴും ഇതിൽ വീണു പോകുന്ന സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെയാണ് അങ്ങനെ പറയാൻ എനിക്ക് തോന്നുന്നത്. നമ്മളൊക്കെ ആണും പെണ്ണും എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സെക്സുകളാ. ആഗ്രഹങ്ങളും സ്നേഹങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഒരു പക്ഷെ സ്വന്തം ഭാര്യയിൽ നിന്ന് കിട്ടാത്ത ചില പരിഗണനകൾ ചില സ്ത്രീകളിൽ നിന്ന് കിട്ടുമ്പോൾ അതിൽ വീണു പോകുന്ന പുരുഷന്മാരുണ്ട്. സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടാത്ത പരിഗണന ചില പുരുഷന്മാരിൽ നിന്ന് കിട്ടുമ്പോൾ അതിൽ വീണു പോകുന്ന സ്ത്രീകളുമുണ്ട്. അത് നിഷ്കളങ്കമായിട്ടാണെങ്കിൽ ഒരു പക്ഷേ അതങ്ങനെ ആ ബന്ധങ്ങളൊക്കെ തുടർന്നു പോയിട്ടുള്ള പല ബന്ധങ്ങളുമുണ്ട്. പക്ഷെ പണത്തിന് വേണ്ടി ഒരു പുരുഷനെ പ്രണയിക്കുക, പണത്തിന് വേണ്ടി ഒരു സ്ത്രീയെ പ്രണയിക്കുക, ആ രീതിയിൽ നിങ്ങൾ പെട്ടുപോയാൽ ഇവിടെ ചെയ്തതുപോലെ കിട്ടിയതുപോലെ ചുംബനം കിട്ടും, ചിലപ്പോൾ ശരീരം കിട്ടും. പക്ഷെ അവസാനം നമുക്ക് നമ്മുടെ അടിവസ്ത്രം പോലും ഇടാനുള്ള ഒരു അവസ്ഥ ഉണ്ടാകൂല. ആ രീതിയിൽ കടത്തിലായിരിക്കും നമ്മൾ ഉണ്ടായിരിക്കുക. അപ്പോ ഈ ഒരു വാർത്ത കഴിഞ്ഞ ദിവസം വന്നപ്പോ നമുക്ക് വല്ലാതെ സങ്കടം തോന്നി. കാരണം എന്താ, ഒരു ടീച്ചറാണല്ലേ, ടീച്ചറായിട്ട് കാര്യമില്ല. ഇപ്പൊ പല മേഖലയിലും പലരും പണം ഉണ്ടാക്കാൻ വേണ്ടിട്ട് നടക്കുക. ആർഭാട ജീവിതമാണ് വലുത് എല്ലാവർക്കും. അപ്പൊ നമ്മുടെയൊക്കെ മക്കൾ ഇപ്പൊ ഈ കിൻഡർ ഗാർഡൻ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ ചെറിയ കുട്ടികളാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഈ ചെറിയ കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിലെ പ്രധാന അധ്യാപികയായ ഈ ടീച്ചറുടെ കീഴിലൊക്കെ പഠിച്ചു വളരുന്ന മക്കളുടെ അവസ്ഥ പടച്ചോൻ കാക്കണല്ലേ. ഒരു രക്ഷയില്ല. എങ്ങോട്ടാണ് നമ്മുടെ നാടിന്റെ പോക്ക്? ആരെയാണ് വിശ്വസിക്കുക?
ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സിൽ നിന്ന് സ്വയം വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, പല കുൽസിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആണും പെണ്ണും നടക്കുന്നുണ്ട്. പക്ഷേ ഈ കുൽസിത പ്രവർത്തനങ്ങൾക്ക് പിറകിൽ നമ്മളെ ഒറ്റുകാരാക്കിയിട്ടാണ് സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊക്കെ വളരെ മോശമായ രീതിയിൽ ഒന്നുമല്ലാതെ മൊയന്തായിട്ടാണ് പ്രണയിക്കുന്നത്, അടുപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധി നമുക്കൊക്കെ വേണം. ഒരുപക്ഷെ നമുക്ക് പലരെയും സഹായിക്കേണ്ടി വരും. അത് നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരാകാം, അയൽവാസികളാകാം, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രക്തബന്ധങ്ങളോ സ്നേഹബന്ധങ്ങളോ ആവാം. സഹായം എന്നുള്ളത് നമ്മൾ മനുഷ്യന്മാരാണല്ലോ. അപ്പൊ സഹജീവികൾക്ക് സഹായവും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടി വരും. പക്ഷെ ആ സഹായത്തിന്റെ ഉള്ളിലൂടെ ഇതുപോലുള്ള ഒരു ചതി കാത്തിരിക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് ബോധത്തോടു കൂടി ജീവിക്കുന്നത് നല്ലതാ. ഇന്ന് തട്ടിപ്പിലൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. നമ്മൾ വിചാരിക്കും സ്ത്രീകൾ പാവങ്ങളല്ലേ എന്നുള്ളത്. പക്ഷെ എല്ലാവരും ഇല്ലട്ടോ. ഇത് കേൾക്കുമ്പോ അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ വിചാരിക്കരുത്. നേരുള്ള നെറിയുള്ള നന്മയുള്ള ബോധമുള്ള തറവാട്ടിൽ പിറന്ന ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ട്. ഇത് അങ്ങനെയല്ല. അതിന്നൊക്കെ പോയി വെറും പണത്തിന് ആർത്തിമൂത്ത് നടക്കുന്ന ചില സ്ത്രീകളെ കുറിച്ചും പുരുഷന്മാരെ കുറിച്ചായി പറയുന്നത്. എന്തിനേറെ പറയുന്നു, എന്റെ പ്രിയപ്പെട്ട ഒരു സ്നേഹിതൻ, എന്റെ കൂട്ടുകാരൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ സുഹൃത്തിനോട് പറയാണ്, കഴിഞ്ഞ മാസമായിട്ടും അവർ കുട്ടികൾ സ്കൂളിൽ നിന്ന് ടൂർ പോയ സമയത്ത് അധ്യാപകനെ കണ്ടിട്ടില്ല. കുറെ പെൺകുട്ടികൾ നിന്നിട്ട് പറയാത്രേ, എടി ആ പൊട്ടന്റെ അടുത്ത് പൈസ ഒന്നുമില്ല, നമുക്ക് വേറെ മാറ്റി പിടിക്കാം, അവന്റെ അടുത്ത് പൈസ ഉണ്ട് തോന്നുന്നുണ്ട്. പിന്നെ വേറൊരു പെൺകുട്ടി പറയാണ്, അവന്റെ അടുത്തുള്ള പൈസ ഒക്കെ തീർന്നിട്ടുണ്ട്, ആ പൊട്ടന്റെ അടുത്തുള്ള പൈസ ഒക്കെ തീർന്നിട്ടുണ്ട്, നമുക്ക് വേറെ ഒരുത്തരെ സോപ്പിടാം. ഇത് കേട്ടപ്പോ ഈ പാവം മാഷ്ക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥയും ദേഷ്യവും വെറുപ്പും തോന്നി. അദ്ദേഹം ആൺകുട്ടികളിൽ കുറെ ആളുകളെ വിളിച്ചു കൊണ്ടുപോയിട്ട് റൂമിലിട്ട് നന്നായിട്ട് ചീത്ത പറഞ്ഞു. കാരണം അയാളൊരു ആണാണല്ലോ. അപ്പോ ആൺകുട്ടികൾ എങ്ങനെ പറ്റിക്കാന്ന് പറയും. +2 പഠിക്കുന്ന പെൺകുട്ടികളാണ് ഇത്. അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് വിട്ട കോളേജിലും മറ്റുമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരുപാട് മക്കളുണ്ട്, സഹോദരിമാരുണ്ട്. പക്ഷേ യാതൊരു വിധ മനുഷ്യത്വം ഇല്ലാതെ വെറും കുൽസിത പ്രവർത്തനങ്ങളുമായിട്ട് നടക്കാനും ആസ്വദിക്കാനും ആർഭാടത്തിലും ലഹരിക്കും അടിമപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അത് ടീച്ചറുടെ വേഷത്തിലും മാഷിന്റെ വേഷത്തിലും നഴ്സിന്റെ വേഷത്തിലും ഡോക്ടറുടെ വേഷത്തിലും വക്കീലിന്റെ വേഷത്തിലൊക്കെ വന്നിട്ട് പല കച്ചറകൾ ഉണ്ടാക്കി പോയത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം ലോകം ഇപ്പോൾ അങ്ങനെയാണ്. സത്യത്തിന് ഒരു വിലയില്ല, നന്മക്കൊരു വിലയില്ല. വൈറലാവാൻ വേണ്ടി നടക്കുക, അവസാനം വയറ്റിലായിട്ട് അതിന്റെ പൈസ നമ്മൾ കൊടുക്കണം. നമ്മുടെ വയറ്റില് ഒന്നും തിന്നാനുള്ള പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവൂല്ല. അപ്പൊ നമ്മൾ ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ പാവങ്ങളാ. എപ്പോ പെട്ടുപോകുന്ന ഒന്നും പറയാൻ പറ്റൂല. പക്ഷേങ്കിലും ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് ഇങ്ങോട്ട് വല്ലാതെ ഒലിപ്പിക്കുന്ന സ്ത്രീകളുണ്ടല്ലോ. അനങ്ങിയ പൈസ കടം ചോദിക്കുന്ന സ്ത്രീകള്, പുരുഷന്മാരുണ്ട് അങ്ങനെ. 1 2 ദിവസം കഴിഞ്ഞ് ഒരു നമ്പറൊക്കെ കൈമാറി സ്നേഹിച്ച് പ്രണയിച്ച് കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ അവളുടെ മാല കടം ചോദിക്കുന്നു, ഉമ്മയിൽ നിന്ന് പൈസ മേടിക്കാൻ പറയുന്നു. എന്താണെങ്കിലും ഇതൊന്നും നല്ല രീതിയിൽ വളരാനുള്ളതല്ല. നമ്മൾ തളരാനും നശിക്കുവാനുമുള്ള ബന്ധങ്ങളാണ്. ഉള്ള ബുദ്ധി കൊണ്ട് ശ്രദ്ധിച്ചാൽ നമുക്കെല്ലാവർക്കും കുറച്ചു കാലം കൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോവാം എന്നാണ് ഇപ്പോ ഈ ശ്രീദേവി ടീച്ചറുടെ ഈ സംഭവത്തിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളൊക്കെ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും.